ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീക്കെൻഡ് സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ് ആക്കിയത്. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലേ ദേവാംശ്? വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഒണിയൻ, സവോള, 2 കളറിൽ ക്യാപ്സിക്കം, അതുപോലെ തന്നെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചു. മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ചിക്കൻ ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൊമാറ്റോ സോസും സോയാ സോസും കൂടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇത് കോൺഫ്ലവർ ഇതുപോലെ കുറച്ച് ചൂടുവെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറി ഒന്ന് തിക്കൻ ആവാൻ വേണ്ടിയിട്ട്. നമുക്ക് കറി പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ തന്നെ ക്രഷ് ചെയ്ത കുരുമുളകാണ്. അതിലേക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറോട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനോട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1/2 മണിക്കൂറോട്ട് 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പം ഞാനൊരു ഏകദേശം 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ചിക്കൻ എടുത്തു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, എന്നാലും അത്യാവശ്യം ഒരു മീഡിയം ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ 2 സൈഡും മറിച്ചിട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. നമ്മുടെ പാൻ ചൂടായതിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ച ഓയിലിൻ്റെ ബാക്കി ഓയിൽ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. വേണമെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, അതിൻ്റെ ഒപ്പം തന്നെ ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സ്പ്രിംഗ് ഒണിയൻ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ. ഇത് അത്യാവശ്യം ഫ്ലെയിം നല്ലപോലെ കൂട്ടി കുക്ക് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. സ്വതവേ ചൈനീസ് ഡിഷ് എല്ലാം അങ്ങനെയാണ്. ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ച് വേണം, പെട്ടെന്നാവും. ഇതിന് ഒത്തിരി ടൈമില്ല. അതുകൊണ്ട് നമ്മളെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ഇത് നല്ലപോലെ സോട്ട് ചെയ്യുക. ഒരു ശകലം ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. അപ്പം അത്യാവശ്യം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോസ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കുക. ഇത് നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ കറി പെട്ടെന്ന് ഇനി തിക്കനായിട്ട് വരും. ഇതൊരുപാട് നേരോട്ട് വേവിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലപോലെ ഒന്ന് തിക്കനായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഐറ്റം കൂടി നമ്മൾ ചേർക്കാനുണ്ട്, സ്പ്രിംഗ് ഒണിയൻ. ഇനിയിപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനധികം വേവില്ല, അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ദേവാംശിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുക. ആളിച്ചിരി ഒന്ന് വഴക്കാണ്, അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ആദ്യം ആഡ് ചെയ്തപ്പോൾ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു സെമി ഗ്രേവി ടൈപ്പ്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് തിക്കനായിട്ട് നമ്മൾ ഓഫ് ചെയ്യണം. സെമി ഗ്രേവി ടൈപ്പ് നമ്മൾ എടുക്കണം. ഓക്കെ, ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഞാനൊരു കുഞ്ഞു ടീസ്പൂൺ ഒരു ശകലം തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സ്വതവേ ഡ്രാഗൺ ചിക്കനിലൊക്കെ ആഡ് ചെയ്യും. ഞാനിപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇപ്പം അത്യാവശ്യം ഗ്രേവി ഉണ്ട്, എന്നാൽ അത് ഇരിക്കുമ്പോഴത്തേനും കുറച്ചുകൂടെ തിക്കായിട്ട് ഒരു സെമി ഗ്രേവി ടൈപ്പ് ആവും. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇരുന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ തിക്കായി സെമി ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം.